എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് മുന്നോടിയായിട്ടുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റ് ആണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി സാത്തി ആപ്പ് വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി സാത്തി ആപ്പ് വികസിപ്പിച്ച സ്ഥാപനം. ആൻസർ ഓപ്ഷൻ ഡി, IIT കാൺപൂർ. IIT കാൺപൂർ ആണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി സാത്തി ആപ്പ് വികസിപ്പിച്ച സ്ഥാപനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന സൗകര്യം ഒരുക്കുന്നതിനായാണ് ഈ ആപ്പ് തയ്യാറാക്കിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠന സൗകര്യം ഒരുക്കുന്നതിനായാണ് സാത്തി ആപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ, പ്രതീക്ഷ. പ്രതീക്ഷയാണ് കുട്ടികളിലെ ഗുരുതര വൃക്കരോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനായി കേരള ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. പീഡിയാട്രിക് റീനൽ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ് എന്നതാണ് പ്രതീക്ഷയുടെ പൂർണ്ണരൂപം. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1098. 1098 ആണ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ. 2025 ഫിദെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആര്? 2025 ഫിദെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആര്? ആൻസർ ഓപ്ഷൻ ബി, ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖ് ആണ് 2025 ഫിദെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം. 2025 പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായി ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന്റെ പേര് എന്താണ്? 2025 പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായി ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഓപ്പറേഷൻ മഹാദേവ്. ഓപ്പറേഷൻ മഹാദേവ് ആണ് 2025 പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായി ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന്റെ പേര്. കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ റേഡിയോയുടെ പേരെന്താണ്? കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ റേഡിയോയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, റേഡിയോ ശ്രീ. റേഡിയോ ശ്രീ ആണ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ ആരംഭിച്ച ഓൺലൈൻ റേഡിയോയുടെ പേര്. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ തീരുമാനിച്ച വാക്സിൻ ഏതാണ്? ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ തീരുമാനിച്ച വാക്സിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, HPV വാക്സിൻ. HPV വാക്സിനാണ് ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിനായി കേരള സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് നൽകാൻ തീരുമാനിച്ച വാക്സിൻ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നതാണ് HPV വാക്സിൻ്റെ പൂർണ്ണരൂപം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നതാണ് HPV വാക്സിൻ്റെ പൂർണ്ണരൂപം. 2026 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2026 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് 2026 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ലോകത്തിലെ ആദ്യത്തെ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? ലോകത്തിലെ ആദ്യത്തെ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹത്തിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ, മൈസിയസ്. മൈസിയസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹത്തിന്റെ പേര്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെൽഫ് മെയ്ഡ് ശതകോടീശ്വരനായി ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ.
ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെൽഫ് മെയ്ഡ് ശതകോടീശ്വരനായി ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരനാരാണ്? ആൻസർ ഓപ്ഷൻ ഡി സൂര്യ മിതയാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെൽഫ് മെയ്ഡ് ശതകോടീശ്വരനായി ഫോർബ്സ് പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മെർക്കോർ എന്ന സ്റ്റാർട്ടപ്പിന്റെ സഹസ്ഥാപകനാണ് 22 വയസ്സുകാരനായ സൂര്യമിത. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പ്രളയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹ്രസ്വദൂര ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ. അടുത്തിടെ കർണാടക സ്വദേശിയിൽ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും അപൂർവമായ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? അടുത്തിടെ കർണാടക സ്വദേശിയിൽ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും അപൂർവമായ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ക്രിബാണ് അടുത്തിടെ കർണാടക സ്വദേശിയിൽ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും അപൂർവമായ പുതിയ രക്തഗ്രൂപ്പ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓസ്ട്രേലിയയാണ് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം. 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ പുതിയ നോവൽ. 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ പുതിയ നോവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ദി ലോൺലൈനസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ദി ലോൺലൈനസ് ഓഫ് സോണിയ ആൻഡ് സണ്ണിയാണ് 2025 ബുക്കർ പ്രൈസ് ലോങ് ലിസ്റ്റിൽ ഇടം നേടിയ കിരൺ ദേശായിയുടെ പുതിയ നോവൽ. 2024 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ കടുവകളുടെ സാന്ദ്രതയിൽ 3-ാം സ്ഥാനത്തുള്ള ദേശീയോദ്യാനം ഏതാണ്? 2024 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ കടുവകളുടെ സാന്ദ്രതയിൽ 3-ാം സ്ഥാനത്തുള്ള ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കാസിരംഗ ദേശീയോദ്യാനമാണ് 2024 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ കടുവകളുടെ സാന്ദ്രതയിൽ 3-ാം സ്ഥാനത്തുള്ള ദേശീയോദ്യാനം. യുവേഫ വനിതാ യൂറോ 2025 ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? യുവേഫ വനിതാ യൂറോ 2025 ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇംഗ്ലണ്ടാണ് യുവേഫ വനിതാ യൂറോ 2025 ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. കരസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കാനായി അടുത്തിടെ രൂപീകരിച്ച ഓൾ ആംസ് ബ്രിഗേഡിന്റെ പേര് എന്താണ്? കരസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കാനായി അടുത്തിടെ രൂപീകരിച്ച ഓൾ ആംസ് ബ്രിഗേഡിന്റെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി രുദ്ര ബ്രിഗേഡാണ് കരസേനയുടെ ആക്രമണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അടുത്തിടെ രൂപീകരിച്ച ഓൾ ആംസ് ബ്രിഗേഡ്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര്? കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി കെ മധുവാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത്. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ പേര്. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ ലീപ് കേരളയാണ് 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച വോട്ടർ ബോധവൽക്കരണ പരിപാടി. പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരുമായി സംവാദിച്ച് അവരുടെ അനുഭവങ്ങൾ വായിക്കാൻ അവസരം നൽകുന്ന നൂതന പരിപാടിയുടെ പേര്. പുസ്തകങ്ങൾക്ക് പകരം
മനുഷ്യരുമായി സംവാദിച്ച് അവരുടെ അനുഭവങ്ങൾ വായിക്കുവാനും അവസരം നൽകുന്ന നൂതന പരിപാടിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹ്യൂമൻ ലൈബ്രറി. ഹ്യൂമൻ ലൈബ്രറിയാണ്. പുസ്തകങ്ങൾക്ക് പകരം മനുഷ്യരുമായി സംവാദിച്ച് അവരുടെ അനുഭവങ്ങൾ വായിക്കാൻ അവസരം നൽകുന്ന നൂതന പരിപാടി. നമ്പിയോ സുരക്ഷാ സൂചിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? നമ്പിയോ സുരക്ഷാ സൂചിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അഹമ്മദാബാദ്. അഹമ്മദാബാദാണ് നമ്പിയോ സുരക്ഷാ സൂചിക പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലിരുന്ന ആദ്യത്തെ വ്യക്തി എന്ന നേട്ടം കൈവരിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സമഗ്ര റിസോഴ്സ് പോർട്ടൽ വികസിപ്പിച്ചെടുത്ത സർക്കാർ ഏജൻസി ഏതാണ്? കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സമഗ്ര റിസോഴ്സ് പോർട്ടൽ വികസിപ്പിച്ചെടുത്ത സർക്കാർ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കൈറ്റ്. കൈറ്റാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സമഗ്ര റിസോഴ്സ് പോർട്ടൽ വികസിപ്പിച്ചെടുത്ത സർക്കാർ ഏജൻസി. 2025 ജൂലൈയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആര്? 2025 ജൂലൈയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, അജയ് സേത്ത്. അജയ് സേത്താണ് 2025 ജൂലൈയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി നിയമിതനായത്. 2025 പെൻ ട്രാൻസ്ലേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. 2025 പെൻ ട്രാൻസ്ലേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി. ആൻസർ ഓപ്ഷൻ ബി, ഗീതാഞ്ജലി ശ്രീ. ഗീതാഞ്ജലി ശ്രീയാണ് 2025 പെൻ ട്രാൻസ്ലേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി.